കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ വീടിനുള്ളിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൊലപാതകവും ആത്മഹത്യയുമെന്ന് നിഗമനം. ഇടുക്കിക്കാരിയായ ഷെർലി മാത്യുവാണ് കൊല്ലപ്പെട്ടത്. യുവതിയോടൊപ്പം താമസിച്ചിരുന്ന കോട്ടയം താഴങ്ങാടി സ്വദേശി ജോബ് സെക്രട്ടറിയെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണപ്പെട്ടത്. കാഞ്ഞിരപ്പള്ളി കുളപ്പുറത്താണ് ഇടുക്കി കല്ലാർഭാഗം സ്വദേശിനി ഷെർലി മാത്യുവും കോട്ടയം താഴങ്ങാടി ആലമ്മൂട് സ്വദേശി ജോബ് സെക്രട്ടറിയും താമസിച്ചിരുന്നത്. ഷെർലി മാത്യുവിനെ കഴിഞ്ഞ ദിവസം രാത്രി മറ്റൊരാൾ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടാതിരുന്നപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് മരണവിവരം പുറത്തറിയുന്നത്. ഷെർലിയെ കിടപ്പുമുറിയിലെ കട്ടിലിനോട് ചേർന്ന് കഴുത്തറുത്ത നിലയിലും ജോബ് സ്റ്റെയർകേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിലുമായിരുന്നു. ഷെർലിയെ കൊലപ്പെടുത്തി ജോബ് ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. നാട്ടുകാരുമായി ഇവർക്ക് അടുപ്പമില്ലായിരുന്നു. ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് 7 മാസം മുൻപ് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഷെർലി കാഞ്ഞിരപ്പള്ളിയിലേക്ക് എത്തിയത്. ജോബും ഷെർലിയോടൊപ്പം താമസമാക്കിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിൽ പോലീസ് പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതിന്റെ കാരണം വ്യക്തമല്ല. ജോബ് നേരത്തെ കോട്ടയത്ത് ട്യൂഷൻ സെന്റർ നടത്തിയിരുന്നു. മലയാളം ടെലിവിഷൻ, കോട്ടയം. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല, പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.